ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് നോക്കുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. നേരെ വീഡിയോയിലേക്ക് കടക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 73-ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 74-ാം ഭേദഗതി നഗരപാലിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഞാനിവിടെ ശരിയായ പ്രസ്താവനകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഒരു മിനിറ്റ്. എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 73-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ്. ത്രിതല ഭരണ സംവിധാനം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു. ത്രിതല ഭരണ സംവിധാനം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്താണ് മേൽഘടകം. ഇവിടെ ശരിയായ പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. അടുത്തത് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ശരിയായ പ്രസ്താവനകൾ മാത്രമാണ് ഞാൻ വായിക്കുന്നത്. ജനസംഖ്യാനുപാതികമായ സംവരണം SC/ST വിഭാഗങ്ങൾക്ക് നൽകുന്നു. ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് OBC വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ്. അടുത്തത് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, അത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ 1ഉം 3ഉമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ്. അടുത്തത് ശരിയായ പ്രസ്താവനയാണ്. സംസ്ഥാന ഗവൺമെൻറ്റാണ് സംസ്ഥാന കമ്മീഷനെ നിയമിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ്. പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്നത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ്. അടുത്തത് ചുവടെ ചേർത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ചാണ് പ്രസിഡന്റ് മറ്റു ജഡ്ജിമാരെ നിയമിക്കുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. അടുത്ത ഒരു പ്രസ്താവന ടൈപ്പ് ചോദ്യമാണ്. ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ്. നമുക്ക് നോക്കാം. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പുറത്താക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശരിയായ പ്രസ്താവനയാണത്. ലോകസഭയിലെയും രാജ്യസഭയിലെയും പ്രത്യേക ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 1ഉം 3ഉമാണ് ശരി. 1ഉം 3ഉമാണ്. ഓപ്ഷൻ D ആണ് ശരി ഉത്തരം. റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. റിട്ടുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന ഞാൻ വായിക്കുന്നില്ല, ശരിയായ പ്രസ്താവനകൾ മാത്രമാണ് വായിക്കുന്നത്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. ശരിയാണ്. പ്രധാനമായും 5 റിട്ടുകളാണ് ഉള്ളത്. ഏതൊക്കെയാണവ? മാൻഡമസ്, ഹേബിയസ് കോർപ്പസ്, സെർഷ്യോറി പ്രൊഹിബിഷൻ, കോവാറണ്ടോ ആണ്. ഇങ്ങനെ 5 തരം റിട്ടുകളാണ് ഉള്ളത്. ചുവടെ ചേർത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാനത്തുള്ളിലെ കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണ് ഹൈക്കോടതി. ശരിയാണ്. സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കുന്നു. സുപ്രീം കോടതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സാധിക്കും. ഭരണഘടനാ ഈ മൂന്ന് പ്രസ്താവനയും ശരിയാണ് കേട്ടോ. അടുത്ത ചോദ്യം. ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 42-ാം ഭേദഗതി ചെറു ഭരണഘടന എന്ന് അറിയപ്പെടുന്നു.
44-ാം ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമാക്കി. 44-ാം ഭേദഗതി പ്രകാരമല്ല. 45-ാം ഭേദഗതി സംവരണം 10 വർഷത്തേക്ക് കൂട്ടുകയുണ്ടായി. 45-ാം ഭേദഗതി സംവരണം 10 വർഷത്തേക്ക് കൂട്ടുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഇതും 1, 3 ശരി. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത നോക്കാം. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ്. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ചോദിച്ചാൽ ഭരണഘടന രൂപീകരിച്ചത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ്. ചോദ്യം വളഞ്ഞു തിരിഞ്ഞ് ചോദിച്ചു എന്നേ ഉള്ളൂ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏതാണ്? ഇന്ത്യ വിങ്സ് ഫ്രീഡം. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? കണ്ടെത്തുക. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിക്കാൻ കോടതിയെ സമീപിക്കാൻ പറ്റില്ല. അത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്തത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിയാണ്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പഠിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. അപ്പോൾ ഓപ്ഷൻ 1, 3, 4 ശരിയാണ്. 2 തെറ്റാണ്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ കോടതിയെ സമീപിക്കാം. പക്ഷേ നിർദ്ദേശക തത്വങ്ങളെ സംരക്ഷിക്കാൻ കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അടുത്ത ചോദ്യം നോക്കാം. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് പ്രസ്താവന നോക്കാം. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവത്കരിച്ചിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10-ൽ കവിയാതെ അംഗങ്ങളുണ്ടാവും. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. ഒന്നുകൂടി പറയാം. വിവരാവകാശ കമ്മീഷനാണ് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവത്കരിച്ചിട്ടുണ്ട്. ശരിയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10-ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. ശരിയാണ്. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം. ശരിയാണ്. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏത്? ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. താഴെ പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? താഴെ പറയുന്നതിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പുകൾ ഏതൊക്കെ? രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല. സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ കൗൺസിൽ തെരഞ്ഞെടുപ്പൊക്കെ നടത്തുന്നത് സംസ്ഥാന നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പിന്നെ രാജ്യസഭ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത ആളാണ് ആര്? പിംഗലി വെങ്കയ്യ. ആന്ധ്രാപ്രദേശാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം.
അടുത്ത ചോദ്യം. വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? ആനന്ദമഠം. വന്ദേ മാതരം എന്ന രാഷ്ട്രീയഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയതാണ്. ആനന്ദമഠം നോവലിൽ നിന്നാണ് അത് എടുത്തത്. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടി തീർക്കുവാനെടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ്? 52 സെക്കൻഡ്. ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 42ാം ഭേദഗതി. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? അപ്പോൾ ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവകാശങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭാഗം 3-ലാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം. അതിൽ ഭാഗം 3-ൽ ഉൾപ്പെടാത്തത് തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശമാണ്.